UDF തന്നെ അധികാരത്തിൽ വരുമെന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ അധികാരത്തിൽ വന്ന് ചാണ്ടി ഉമ്മൻ ഒരു സീറ്റ് കിട്ടി എങ്കിൽ മന്ത്രിസ്ഥാനത്തേക്കും പരിഗണിക്കുകയാണെന്ന് ഇരിക്കട്ടെ, അങ്ങനെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടല്ലോ ഇന്നേ മന്ത്രിസ്ഥാനം കിട്ടിയ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് തന്നെ ഇപ്പൊ ഈ MLA ആയിട്ട് തന്നെ 2.5 വർഷം ഞാൻ ഒരു ഒത്തിരിയേറെ യാത്ര ചെയ്തു, ഒത്തിരിയേറെ ഞാൻ എഫേർട്ട് എടുത്തു. അപ്പം ഞാനിപ്പോൾ തന്നെ ഇത് തന്നെ ഞാൻ സാറ്റിസ്ഫൈഡാണ്, MLA നിലയ്ക്ക് തന്നെ സാറ്റിസ്ഫൈഡാണ്. എനിക്ക് പക്ഷെ മുന്നണി അധികാരത്തിൽ വരണം എന്നുള്ളതുണ്ട്. മുന്നണി അധികാരത്തിൽ വരാനുള്ള കാറ്റുകളാണോ വീശിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ? 100%. കാരണം എന്തെങ്കിലും ചെയ്യണ്ടേ? 10 വർഷമായി. ഞാനിവിടെ 10 വർഷം എന്ന് പറഞ്ഞാൽ 3650 ദിവസം ഒരു സർക്കാരിന് അധികാരത്തിൽ കിട്ടിയിട്ട് എന്താണ് ഇതെല്ലാം കൂടെ ചേർത്ത് ഈ 10 വർഷത്തിനിടയിൽ തുടങ്ങി പൂർത്തിയാക്കിയ ഒരു പദ്ധതി, ഒറ്റ പദ്ധതിയേ ഉള്ളൂ, മദ്യവിതരണം. വളരെ നന്നായി പൂർത്തീകരിച്ച നല്ല പദ്ധതി, അത് ഒരു നല്ല സംസ്കാരമായിട്ട് വളർത്തിയെടുത്തിട്ടുണ്ട്. അഭിനന്ദനങ്ങളാണ് പ്രത്യേകിച്ച്. മറ്റ് പദ്ധതികളൊന്നും അങ്ങനെ വന്നില്ല. എന്താ പദ്ധതി? പിന്നെ പറയുന്നത് വിഴിഞ്ഞം പോർട്ട് തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടി, പണി തുടങ്ങിയത് ഉമ്മൻചാണ്ടി, ടെൻഡർ വിളിച്ചത്, ടെൻഡർ എടുത്തത് എല്ലാം ഉമ്മൻചാണ്ടി സർക്കാർ. ട്രയൽ റൺ നടത്തിയിട്ടാണ് കൊച്ചി മെട്രോ പോയത്. അതിനുശേഷം എന്താ മാറ്റം വന്നിരിക്കുന്നത് കൊച്ചി മെട്രോയ്ക്ക്? പിന്നെ കണ്ണൂർ എയർപോർട്ട് 90% പണിയും UDF സർക്കാരാണെന്ന് ഈ സർക്കാർ തന്നെ അസംബ്ലി പറഞ്ഞിട്ടുണ്ട്. ഏത് പദ്ധതിയാണ്? പിന്നെ ഇപ്പോൾ ഒരു തുരങ്കത്തിന് കൊണ്ട് ബോംബ് വെച്ചിട്ടുണ്ട്, ബോംബല്ല സോറി ബോംബിയോ എന്താ പറയാ, ഒരു പക്ഷേ LDFന്റെ പ്രചരണം ഇരുണ്ടകാലം.com എന്നാണ്. അതായത് 5 വർഷം ഇല്ലാതിരുന്ന വികസനങ്ങൾ, ഇപ്പം കറണ്ടിന്റെ വിഷയമാണെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ വിഷയമാണെങ്കിലും ഒക്കെ അതിനേക്കാൾ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു 10 വർഷമാണ്. ഇരുണ്ടകാലം.com എന്ന് പറയുന്നത് എന്തുവാ? ഇരുണ്ടകാലം ഉണ്ടാക്കിയതാ. എങ്ങനെ? നമ്മുടെ മല്ലയിൽ ശ്രീധരനാരെ പോലുള്ളവരെ കൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പുതിയ യാത്ര വന്നപ്പോൾ ഞാൻ കാണിച്ചു, മല്ലയിൽ ശ്രീധരനാരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ മുഖ്യമന്ത്രിയുടെ പേര് എഴുതി ചേർത്തിരിക്കുക. അപ്പം അങ്ങനെയുള്ള ഇരുണ്ട കാലം ഉണ്ടാക്കി ചേർത്തതല്ലേ. അപ്പം ഇരുണ്ട കാലം വീണ്ടും ഉണ്ടാക്കും എന്ന് പറയുന്നതിന് അർത്ഥം അറിയാം, അടുത്ത UDF മുഖ്യമന്ത്രി ഇതേപോലെ കൊടുക്കുമെന്നാണ്. ഇരുണ്ട കാലം ഞങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. കാരണം ഇവരാ ഉണ്ടാക്കിയതിന് മുമ്പ്